ഹായ്, ഞാൻ ഇന്ന് റൂബിക്ക അച്ചാർ ഇടാൻ പോവാണേ. കൂട്ടായിട്ട് ഇടുക. എണ്ണ ഒഴിച്ചിട്ട് പറയും. ആ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് എൻ്റെ കടുക് എണ്ണ ചൂടായിട്ട് ഇച്ചിരി നല്ലോണം തീ അങ്ങ് വെച്ചേക്കാം. എണ്ണയൊന്ന് ചൂടാകട്ടെ. ഉലുവ ഇടുവാണേ. കടുകിട്ട് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായിക്കട്ടെ. നല്ല ചുവന്ന് വരുമ്പോൾ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വേണം ഇഞ്ചിയുടെ ഇഞ്ചി 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 നന്നായിട്ട് ചതച്ചെടുത്തോ ഇഞ്ചിയാണേ. എന്നെങ്കിൽ അതിൻ്റെ നീര് കിട്ടി കുഴപ്പമില്ല ആയിട്ടിങ്ങ് വരട്ടെ. ഞാൻ എപ്പോഴും പറയല്ല എൻ്റെ അച്ചാർ വെറൈറ്റി അച്ചാറാണ്. എന്തിനും ഏകദേശം സാധനത്തിനൊക്കെ ഞാൻ ഉണക്കമുളക് ചേർക്കും, പച്ചമുളകും ചേർക്കും. ഉണക്കമുളക് കരിയാപ്പില ഇട്ടേക്കാം. മൂത്ത് കഴിഞ്ഞാൽ എന്ത് എളുപ്പമുള്ള പരിപാടി അച്ചാറിൻ്റെ പണിയെന്നറിയാമോ? ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സുഖമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇട്ട് വെക്കുക. അതല്ലേ ആക്കിക്കൊണ്ടിരിക്കണേ. ഇത് മൂക്കട്ടെ. ഇത് മൂത്തിട്ടില്ലെങ്കിൽ അടുത്ത കാര്യം ചെയ്യണേ. അതെല്ലാവരും അങ്ങോട്ട് സുന്ദരക്കുട്ടന്മാരാവട്ടെ. ആയില്ല, ആകണേന് മുമ്പേ തിന്നാൻ തോന്നുക. എല്ലാവരും മടിയൊന്നും വിചാരിക്കില്ല, ഉണ്ടാക്കണം കേട്ടോ. ആർക്കെങ്കിലും വേണേ ഇങ്ങോട്ട് വന്നോളുക, ഇഷ്ടം പോലെ തരാം. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ടേസ്റ്റ് നോക്കാൻ തരും, പിന്നെ ബോട്ടിലനുസരിച്ച് വിലയും.
ഞാനിതുപോലെ പൈസയൊക്കെ മുടങ്ങി ഉണ്ടാക്കണതല്ലേ. അപ്പം അല്ലാതെ കുറച്ച് തരും വരുന്നവർക്ക്. പക്ഷേ ഒരുപാട് വേണമെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പിള്ളേർക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമോ പിന്നെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് ദൂരേക്കൊക്കെ കൊണ്ടുപോകാൻ ഇത് തൊട്ട് കൂട്ടി ഒരു കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം. അതൊരു അച്ചാർ മാത്രമല്ല. ഞാൻ കറിയുടെ അടിസ്ഥാനത്തിലൂടെ കൂടിയാണ് ഉണ്ടാക്കുന്നത്. അച്ചാറിൻ്റെ ഒരു പൊടികൾ മാത്രം ഇട്ട് സുറുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല ഇത്. പിന്നെ പേരിന് ഇച്ചിരി ഉള്ളിയും കരിയാപ്പലയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നതല്ല, നന്നായിട്ട് ഒരു കറി പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് അച്ചാറെന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അച്ചാറെന്ന് പറയണമല്ലോ. സൂക്ഷിച്ച് വെക്കുന്ന സാധനത്തിന് നമ്മൾ അച്ചാർ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അന്നേരം എടുത്ത് കൂട്ടി തീർക്കുന്നതാണ് കറിയായിട്ട് എടുക്കാൻ പറ്റുക. പക്ഷെ അത് കറിക്ക് തുല്യമാണ്.